ഭീകരാക്രമണത്തിൽ നിന്ന് ഇന്ത്യക്ക് ഒരു മുക്തി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. കാരണം ചുറ്റോട് ചുറ്റിനും ഭീകരർ താവളമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒന്ന് നമ്മളെ ബാധിച്ച ക്യാൻസറാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശുണ്ട്. പിന്നീട് ഇപ്പോൾ ഒരു ബാധിത പ്രദേശമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ പലയിടങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ പലയിടങ്ങളിൽ നിന്നായിട്ട് ഭീകരരെ പിടികൂടുന്ന സാഹചര്യമുണ്ട്. എന്തിനധികം നമ്മുടെ DRDO പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ വരെ ഇവർ നുഴഞ്ഞു കയറുകയും പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളിൽ വരെ നുഴഞ്ഞു കയറുകയും അവരെ പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോഴുള്ള ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ഇവരെല്ലാം പിടിക്കുമ്പോൾ നമുക്ക് ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി എന്ന് പറയാൻ എനിക്കെന്തുകൊണ്ടോ തോന്നുന്നില്ല. കാരണം ഇന്റലിജൻസ് അത്രത്തോളം അലേർട്ട് ആയിരുന്നത് കൊണ്ടാണ് ഈ ഒരു ഭീകരാക്രമണത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇത്രത്തോളം കുറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഈ ഒരു സ്ഫോടനത്തിന് മുമ്പ് 3 പേർ പിടിയിലായിട്ടുണ്ട്. ഡോക്ടർമാരാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള സ്ഫോടനം എന്ന് പറയുന്നതിലും അതായത് ആ കാർ ഓടിച്ചിരുന്നത് ഒരു ഡോക്ടറാണെന്നുള്ള വിവരം വരുന്നുണ്ട്. അതായത് പിടിയിലായിട്ടുള്ള ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത് ലക്നൌവിലെ RSS ഓഫീസ് അടക്കമുള്ളവയാണ് എന്നുള്ള വിവരം വരുന്നു. സർ, എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കേണ്ടത്? പ്രജിത, ഒരു പക്ഷേ ഭീകരർ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ ഇന്ത്യ വിട്ട ബ്രഹ്മാസ്ത്രം. ലഷ്കർ-ഇ-തോയ്ബയുടെ ആഗോള ആസ്ഥാനത്തെ ഒരു പിടി വെണ്ണീറാക്കിയത് മാറ്റി. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒന്ന് ചെയ്യാനുള്ള കരുത്തും ടെക്നോളജിയും ഇന്ത്യക്കുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഭീകരന്മാർ ഒന്ന് ഞെട്ടി. ഇതുമാത്രമല്ല, 9 ഭീകര പരിശീലന സ്ഥാപനങ്ങളാണ് ഇന്ത്യ ഒറ്റയടിക്ക് നശിപ്പിച്ചു കഴിഞ്ഞത്. വിതിൻ മിനിറ്റ്സ്, ഒരു നഷ്ടവും പറ്റാതെ, ഒരു പോറലും നമുക്കേൽക്കാതെ നമ്മൾ തിരിച്ചു പോരുകയും അജയ്യരായി വരികയും ചെയ്തു. ഇത് വിശ്വസിക്കാത്ത ചില വിഡ്ഢികളുണ്ടാവാം, അവരെ വെറുതെ വിടുക. അപ്പം അത്തരമൊരു ആഘാതമേറ്റപ്പോൾ ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ദി എൻറ്റയർ ടെററിസ്റ്റ് ലോബി ഇൻ പാകിസ്ഥാൻ. അന്ന് തൊട്ട് അവർ ഞെട്ടി തരിച്ചു. ആദ്യം കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ഹാഫിസ് സയ്യിദ്, അതുപോലെ തന്നെ മസൂദ് അസറൊക്കെ പൊട്ടിക്കരഞ്ഞു, നെഞ്ചു പൊട്ടി, എല്ലാവരും പോയി കഴിഞ്ഞു എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് വിളിച്ചിട്ട് അവസാനം ഇതിന് പകരം നമുക്കൊന്ന് ചോദിക്കാം. അതുകൊണ്ട് നമ്മളുടെ 11 കേന്ദ്രങ്ങളാണ് അവർ തകർത്തത്. ആ 11 കേന്ദ്രങ്ങൾ തകർത്തതിന് പകരം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളായിട്ടുള്ള പാർലമെൻറ്റ്, സുപ്രീം കോടതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രസംഗപീഠത്തിലേറി പ്രതിവർഷം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ സംസാരിക്കുന്ന രാജ്യത്തിന് സന്ദേശം നൽകുന്ന ചെങ്കോട്ട എന്ന റെഡ് ഫോർട്ട്, അവിടം മുഴുവൻ തകർക്കുക. അതുപോലെ തന്നെ ഇനി RSSന് ഒരു കൊട്ട് കൊടുക്കണം. RSSന് ലക്നൌവിലെ ആസ്ഥാനം, ശരിക്കും അതിൻ്റെ നാഗ്പൂരാണ് ആസ്ഥാനം, ലക്നൗ ആസ്ഥാനത്തും കൂടി ഒരു കൊട്ട് കൊടുക്കുക. കാരണം ഫരീദാബാദിലും ഒക്കെയാണ് ഇവർക്ക് സപ്പോർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു ചുറ്റളവിൽ വെച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ അതിഹീനവും നിഷ്ഠൂരവും നികൃഷ്ടവുമായിട്ടുള്ള ഒരാക്രമണമായിരുന്നു, ഒരു പ്ലാനായിരുന്നു. പ്ലാൻ പൊളിച്ച് ചെങ്കോട്ടയിൽ വെച്ച് തന്നെ അത് പൊളിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ചെങ്കോട്ടയിൽ വെച്ച് തന്നെ ഈ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഭീകരാക്രമണം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് തകർത്തു. അന്ന് രാവിലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ 3 ഡോക്ടർമാരുടെ പക്കൽ നിന്ന് IED എന്ന് പറഞ്ഞാൽ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ പിടിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ തീവ്രത അതിഗണ്യമായിട്ട് കുറയ്ക്കാനും പാർലമെൻറ്റിനൊരു പോറലേൽക്കാതെ, നമ്മുടെ സുപ്രീം കോടതിക്ക് ഒരു പോറലേൽക്കാതെ, അതുപോലെ തന്നെ നമ്മുടെ ചെങ്കോട്ടയ്ക്ക് ഒരു പോറലേൽക്കാതെ നമ്മൾ രക്ഷിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ 10 പേർക്ക് ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്നു. 4 പേരുടെ നില മാരകമാണ്. ആ ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകേണ്ടി വന്നു. തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ഇൻ്റലിജൻസ് ഫെയിലുവർ അല്ല, പക്ഷേ ഇൻ്റലിജൻസിൻ്റെ വിജയം കൊണ്ടാണ് ഇന്ത്യ ആ ഭീകര താണ്ഡവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോവാം സർ. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയല്ലോ, ഈ ഭീകരരുടെ കയ്യിൽ നിന്ന് പിടികൂടിയതിൽ ജൈവ ആയുധങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് മാരകമായിട്ടുള്ള വിഷവസ്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. അതായത് 3 ഡോക്ടേഴ്സിനെ പിടികൂടിയില്ലേ, ഇവരിൽ നിന്നാണ് ഇത് പിടികൂടിയിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത് 4 കിലോയോളം റിസിൻ എന്ന് പറയുന്ന ജൈവായുധം പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഇത് ആവണക്കെണ്ണയിൽ നിന്ന് എടുക്കുന്ന ഒരു പദാർത്ഥമാണ് റിസിൻ എന്ന് പറയുന്നത്. അതിമാരകമായിട്ടുള്ള വിഷവസ്തുവാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇത് കൂടാതെ 3 പിസ്റ്റളുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇവര് അഫ്ഗാൻ സ്വദേശിയായിട്ടുള്ള അബു ഖദീജ വഴി ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കാൻ സഹായിച്ചു എന്നാണ് പറയുന്നത് ഇയാളെ. ഈ ജൈവായുധം എന്ന് പറയുന്നത് റിസിൻ, അത് ഇവർക്ക് ഭീകരാക്രമണത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത് വെറുതെ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ശരീരത്തിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട് ആന്തരികാവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആവണക്കെണ്ണ വേർതിരിച്ചെടുത്തതിന് ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് ഈ റിസിൻ ശേഖരിക്കുന്നത്. അപ്പൊ സ്ഫോടനങ്ങൾ നടത്താനുള്ള പദ്ധതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന പദാർത്ഥമുണ്ടല്ലോ റിസിൻ എന്ന് പറയുന്നത്, ഭീകരര് പൊതുജല സ്രോതസ്സുകൾ, ക്ഷേത്രങ്ങളിലെ പ്രസാദം അല്ലെങ്കിൽ ക്ഷേത്രക്കുളങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഈ വിഷം കലർത്താനായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പൊ ജൈവായുധ പ്രയോഗം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. കാരണം ഇവര് ഹൈലി പ്രൊഫഷണലുകളാണല്ലോ, ചൈനയിൽ നിന്ന് ബിരുദം എടുത്തവരാണ്, ഡോക്ടറേറ്റ് നേടിയവരും അത് പഠിച്ചവരാണ്. അവരാണ് ഈ പറയുന്ന റിസിൻ എന്ന് പറയുന്ന പദാർത്ഥവുമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് പൊട്ടിത്തെറിക്കലുകൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിൽ ഇത്തരത്തിലുള്ള ഒരു വിഷപദാർത്ഥം കലർത്തിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന ദുരന്തം എന്താകുമായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അതിഭീകരമാണ്. അവരുടെ പ്ലാൻ പൊളിക്കാൻ ഈ ഒരു ആക്രമണം നമുക്ക് സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയാം, അതായത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ലോക ശാസ്ത്ര ദിനമായിരുന്നു. ഈ ശാസ്ത്രത്തെ എങ്ങനെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രമേയം, സന്ദേശവും അത് തന്നെയാണ്. നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഗവേഷണം നടത്തിയ നൊബേൽ സമ്മാനം ലഭിച്ച മെഡിസിനുള്ള നൊബേൽ സമ്മാനം, വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് T സെൽസിൻ്റെ കണ്ടുപിടുത്തത്തിലാണ്. ഈ T സെൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാൻസറിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പുതിയ കണ്ടെത്തൽ നടത്തിയതാണ്. അങ്ങനെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യാം ചെകുത്താന്മാർക്ക്, ഇബലീസുകൾക്ക്. അത്തരം ഇബലീസുകൾ ഇവരൊന്നും വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരരല്ല, ഡോക്ടറേറ്റും ഡോക്ടർ ബിരുദവും ഒക്കെ നേടിയ ആൾക്കാരാണ്. അവർ ഗവേഷണം നടത്തി. റൈസിനുകൾ എന്ന് പറയുന്നത് മിക്കവാറും എണ്ണകളിലെല്ലാം ഉള്ള സാധനമാണ്. പക്ഷേ ആവണക്കെണ്ണ എന്ന് പറയുന്ന എണ്ണ നമ്മളാരും കുടിക്കാറില്ല, വയറിളക്കം വരുത്താൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ മാരകമായ വിഷം ഉള്ളതുകൊണ്ടാണ് ശരീരം അതിനോട് അങ്ങനെ പ്രതികരിക്കുന്നത്. ആ റൈസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലെ തീർത്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രസാദങ്ങളിലും പുണ്യാഹങ്ങളിലും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു. അത് റെഡ് ഫോർട്ടിനടുത്ത് വെച്ച് തന്നെ മുസ്ലിം പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രാഫി കൂടുതലായിട്ടുള്ള ഒരു പ്രദേശത്ത് തന്നെ അത് പൊട്ടി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ആയിട്ടുള്ള ചാന്ദിനി ചൗക്കിലേക്ക്, അതായത് ഓൾഡ് ഡൽഹിയാണത്, അവിടേക്ക് പോകാനുള്ള യാത്രക്കിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും തീവ്രവാദികൾക്ക് അവരുടെ ലക്ഷ്യം സഫലമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ ഈശ്വരൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ പോലീസ്, അവരും മുസ്ലിങ്ങളാണ്. ഇന്ത്യയെ അതിൽ നിന്ന് രക്ഷിച്ചു. ഈ ഭീകരമായിട്ടുള്ള ഡോക്ടർമാരിൽ നിന്ന്, അതായത് ചൈനയിൽ പോയി അഭ്യസിച്ച് ഇന്ത്യയിൽ വിഷം കലക്കാൻ വന്നവരിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു വേണം അതിൽ നിന്ന് അനുമാനിക്കാം. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരാളിപ്പോൾ പോലീസിൻ്റെ അല്ലെങ്കിൽ NIA-യുടെ അയാൾ തീർന്നു, അയാളാണ് ഈ കത്തിച്ചത്, കാർ കത്തിച്ചതിൻ്റെ പിന്നിലാണ്. പക്ഷേ അയാളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ശരിയായ വിധത്തിലുള്ള ഒരു
ഇൻപുട്ട് നമുക്കിപ്പോൾ തന്നെ ഉടൻ തന്നെ എന്തായാലും ഇപ്പോൾ NIA-ക്ക് അത് കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് താമസിയാതെ അറിയാൻ കഴിയും. ഇത് വെച്ചുകൊണ്ട് ആയിരിക്കും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇനി മുന്നോട്ട് പോവുക. അതല്ല വേറെ മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അതായത് ടെറർ ആൻഡ് ടോക്സ് വോണ്ട് ഗോ ടുഗദർ. ഒരു ടോക്കിൻ്റെ പ്രശ്നമില്ല, ദിസ് ഈസ് ടെറർ, ബിക്കോസ് ദിസ് ഈസ് ടെറർ. അപ്പോൾ ടോക്ക് ഉണ്ടാവില്ല. ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഗോ ടുഗദർ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിന്ധു നദി എന്നേക്കുമായിട്ട് പാകിസ്ഥാന് മുമ്പിൽ അടഞ്ഞിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. എപ്പോഴാണ് ഈ യുദ്ധം പാകിസ്ഥാനുമായിട്ടൊരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഇനി ചോദ്യമായിട്ടുള്ളൂ. അപ്പോൾ ഭീകരവാദം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അതിൻ്റെ പിന്നിൽ അതിബുദ്ധിയുണ്ട്, അതുപോലെ ഗവേഷണമുണ്ട്, ഇബിലീസുകളുടെ ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ശാസ്ത്രത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഇവിടെ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നടന്ന ഭീകരാക്രമണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.